പുതിയ ക്യാബിനറ്റിൽ ശതകോടീശ്വരനായ ഇലോൺ മസ്കിനും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിക്കും സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല നൽകി അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സർക്കാരിന്റെ ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ട്രംപിന്റെ പുതിയ തീരുമാനം. പുതിയ പ്രതിരോധ സെക്രട്ടറിയായി പീറ്റർ ഹെഗ്സെത്ത് ചുമതലയേൽക്കും. വ്യവസായ പ്രമുഖനും അതിസമ്പന്നനുമായ ഇലോൺ മസ്കിനെ ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് തലവനായി നിയമിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സംരംഭകൻ വിവേക് രാമസ്വാമിക്കൊപ്പമാണ് ഈ പദവി കൈയാളുന്നത്. പ്രചാരണ കാലത്ത് തന്നെ മസ്കിനെ ഈ പദവിയിൽ നിയമിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 250-ാം വാർഷികമായ 2026 ജൂലൈ 4 വരെ ഇരുവരും ചുമതലയിലുണ്ടാകും. സർക്കാരിന്റെ ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ സർക്കാർ ജോലിക്കാരായ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന് നേരത്തെ ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയിലെ 2 പ്രഗത്ഭ വ്യക്തികൾ സർക്കാർ ബ്യൂറോക്രസിയെ ഇല്ലാതാക്കാനും അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കാനും ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കാനും വഴിയൊരുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം പുതിയ ട്രംപ് ക്യാബിനറ്റിൽ പീറ്റർ ഹെഗ്സെത്ത് പുതിയ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേൽക്കും. അമേരിക്കയിലെ പ്രശസ്ത മാധ്യമ സ്ഥാപനമായ ഫോക്സ് ന്യൂസ് അവതാരകനായ പീറ്റർ ഹെഗ്സെത്ത് മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.